ആദർശം എന്നത് വെറും വാക്കല്ല VM സുധീരൻ എന്ന രാഷ്ട്രീയ നേതാവിന്. ആദർശം പണയം വെച്ച് കിട്ടുന്ന ഒരു സ്ഥാനത്തും അദ്ദേഹം ഇരുന്നിട്ടുമില്ല. ഇതൊക്കെ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ VM സുധീരൻ എന്ന നേതാവിനെ വേറിട്ട് നിർത്തുന്നതും. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ നേതാവ്. അതെല്ലാം തന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിനു വേണ്ടിയും ആയിരുന്നു. തൂവെള്ള ഖദർ വസ്ത്രം പോലെ പരിശുദ്ധമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം. കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് മുൻ KPCC പ്രസിഡന്റ്, മുൻ മന്ത്രി, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് VM സുധീരനാണ്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം. സ്വാഗതം ശ്രീ VM സുധീരൻ. ഈ ആദർശം എന്ന വാക്ക് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും പതിയെ ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണോ? അതായത് ഈ രാഷ്ട്രീയ രംഗത്ത് പല മാറ്റങ്ങളും വരുന്നുണ്ട്. പഴയ കാലത്തൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് പാർട്ടിയായാലും ആ പാർട്ടികൾ പഠന ക്ലാസ്സുകൾ നടത്തും. അവരുടെ ആദർശങ്ങളെക്കുറിച്ച്, ആശയങ്ങളെക്കുറിച്ച് അണികളെ പഠിപ്പിക്കും. പൊതു രാഷ്ട്രീയ സ്ഥിതിഗതികളെ, രാജ്യത്തിൻ്റെ അവസ്ഥയെ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രത്യേകത, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ ആശയങ്ങളെക്കുറിച്ചും, ഇപ്പോൾ കമ്മ്യൂണിസം, സോഷ്യലിസം, ക്യാപിറ്റലിസം, ഇതിൻ്റെയൊക്കെ ഗുണദോഷങ്ങളെ സംബന്ധിച്ച് ചർച്ചകളും പഠനങ്ങളും ഒക്കെ പഴയ കാലത്തൊക്കെ നടത്താറുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് KSU യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിലൂടെ കടന്നു വരുമ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ഗുണം, ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പരിശീലനം എന്നുള്ളത് ഈ പഠന ക്ലാസ്സുകളാണ്. അതിപ്പോൾ ഞങ്ങൾ മാത്രമല്ല, മറ്റ് പാർട്ടികളും, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളൊക്കെ അവരുടെ ആശയങ്ങളെക്കുറിച്ച് അണികളെ പഠിപ്പിക്കാറുണ്ട്. ആ തരത്തിലുള്ള ഒരു പഠനം, ഒരു പരിശീലനം, സമൂഹത്തിലെ പൊതുസ്ഥിതികളെക്കുറിച്ചുള്ളൊരു വ്യാഖ്യാനം, അതൊന്നും ഈ കാലത്ത് വേണ്ട പോലെ ഉണ്ടാകുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ മാധ്യമങ്ങളിലും ഒരുപാട് മാറ്റം വന്നിരിക്കുകയാണല്ലോ. പഴയ മാധ്യമ ശൈലി അല്ലല്ലോ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ പൊതു സമൂഹത്തിൽ വന്ന മാറ്റം ഈ തരത്തിൽ വരുന്നുണ്ടെങ്കിലും ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പലരും ഇപ്പോഴും ഉണ്ട്, ഒരുപാട് പേരിപ്പോഴുണ്ട്. ആദർശം അടിസ്ഥാനപരമായി നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അത് ഒരു വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും അത് വളരെ ഗുണകരമാണ്, പ്രയോജനകരമാണ്, പ്രസക്തമാണ് എന്ന് തന്നെയാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം. ഈ കോൺഗ്രസ് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇപ്പോൾ ഏതെങ്കിലും നേതാവിൻ്റെ ഒപ്പം ചേർന്ന് അല്ലെങ്കിൽ ഒരു ആദർശം എന്നത് പടിക്ക് പുറത്ത് നിർത്തി സ്ഥാനത്തിന് വേണ്ടി ആളുകൾ പോകുന്ന ഒരു സാഹചര്യം അത് എല്ലാ പാർട്ടികളിലും കാണുന്നുണ്ട്. നല്ല പ്രവണതയല്ല എന്ന് പറയാൻ ഇന്നത്തെ നേതാക്കൾക്ക് കഴിയാത്ത ഒരു സാഹചര്യവും ഇല്ലേ? മനോജ് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നത്തിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടിയിട്ടുള്ളത്. ഇന്ന് രാഷ്ട്രീയത്തിൻ്റെ പൊതു നിലവാരത്തിൽ വന്നൊരു വലിയ ശോഷണമുണ്ട്, മൂല്യശോഷണം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഒരു പാർട്ടിയിൽ നിന്നും ആ പാർട്ടി അധികാര സ്ഥാനത്തുള്ള ആൾ അടുത്ത പാർട്ടിയിലേക്ക് മാറുന്നു. ഇപ്പോൾ MLAമാർ കൂറുമാറുന്നതിന് അല്ലെങ്കിൽ പാർലമെൻറ്റ് അംഗങ്ങൾ കൂറുമാറുന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ നിയമത്തിനെയും മറികടക്കാൻ പഴുതുകൾ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. കൂറുമാറ്റം വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ രാഷ്ട്രീയ രംഗത്തെ മൂല്യശോഷണത്തിൻ്റെ ഒരു പ്രധാന കാര്യമാണ്. രണ്ടാമത്തൊരു പ്രശ്നം, ഇപ്പോൾ പാർലമെൻ്ററി രംഗത്തുള്ളവർ മാത്രമല്ല കൂറുമാറുന്നത്, ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് കൂറുമാറ്റം, അത് സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള കൂറുമാറ്റം, പദവികൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള വ്യഗ്രത, അതൊക്കെ വളരെ പ്രകടമായി കാണുന്നുണ്ട്. എൻ്റെ വളരെ കൃത്യമായ അഭിപ്രായം, നമ്മുടെ ഈ കൂറുമാറ്റ നിരോധന നിയമത്തിൽ നമുക്ക് അടിസ്ഥാനപരമായ മാറ്റമുണ്ടാക്കണം. കുറേ കൂടി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം ഇതേവരെയുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പഴുതുകളുണ്ടാക്കി അതിൽ നിന്നും തടി തപ്പാൻ നടത്തുന്ന ശ്രമങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹം, നിയമവിദഗ്ധന്മാർ, ഭരണാധികാരികൾ, പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം.
അതുപോലെ തന്നെയാണ് ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് കൂറുമാറ്റം. അതൊരു പതിവായി മാറിയിരിക്കുകയാണ്. എങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച് അതിൻ്റെ നയങ്ങളിലും ആദർശങ്ങളിലും വിശ്വസിച്ച് പെട്ടെന്നൊരു സ്ഥാനത്തിന് വേണ്ടി കൂറുമാറ്റം നടത്തുക എന്ന് പറയുന്നതിൽ പരം ഒരു ആത്മഹത്യാപരമായ ഒരു നടപടി വേറെയുണ്ടോ? സ്വയം ഇല്ലാതാക്കുന്ന നടപടിയല്ലേ. എന്തിനു വേണ്ടി? സ്ഥാനത്തിന് വേണ്ടി. അപ്പം അതുകൊണ്ട് എൻ്റെ കൃത്യമായ അഭിപ്രായം, ഞാൻ നേരത്തെ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അതായത് ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് ഇപ്പോൾ രാഷ്ട്രീയ നിലപാടിൽ മാറ്റം വരുത്താനൊക്കെ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ആ ഒരു അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് മാറുമ്പോൾ ആ പാർട്ടിയിൽ പദവികൾ സ്വീകരിക്കുന്നത് കൃത്യമായ ഒരു കാലയളവിന് ശേഷം വേണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നേരെ ഈ പാർട്ടിയിൽ നിന്നും അടുത്ത പാർട്ടിയിൽ ചെന്നു, ഈ പാർട്ടിയുടെ പ്രധാന നേതാവ് അടുത്ത പാർട്ടിയുടെ പ്രധാന നേതാവായി മാറുമ്പോൾ ഇത് കാണുന്ന ജനങ്ങളെന്താ വിചാരിക്കുക? ആ ഒരു അവസരവാദ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെ ജനങ്ങൾക്ക് വളരെ മോശമായ ഒരു അഭിപ്രായം വളർന്നു വരികയല്ലേ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായൊരു നിലപാട്, അവർ കൂറുമാറ്റ നിരോധനത്തിൻ്റെ പരിധിയിൽ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള കൂറുമാറ്റം അതും കൂടെ അതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തുക. ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് മാറുമ്പോൾ കൃത്യമായൊരു സമയം, ഒരു കൂളിംഗ് പീരീഡ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു. ഒരു കൂളിംഗ് പീരീഡ് 2 കൊല്ലമോ 1 കൊല്ലമോ എത്രയാണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. പക്ഷെ ഒരു കൃത്യമായൊരു സമയം നിശ്ചയിച്ച് ആ സമയപരിധി കഴിഞ്ഞിട്ടേ പാടുള്ളൂ. ഈ പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് മാറിയാൽ ആ പാർട്ടിയിൽ അവർ പ്രവർത്തിച്ച് പിന്നെ ഒരു മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകണം. അതുകൊണ്ട് നേരെ പദവികളെ കണ്ടുകൊണ്ട് ഒരു പാർട്ടിയിൽ നിന്നും അടുത്ത പാർട്ടിയിലേക്കുള്ള എടുത്തുചാട്ടം, അത് ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ള വിശ്വാസം തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ്. അതായത് വിശ്വാസ്യതയാണ്, ക്രെഡിബിലിറ്റി, അതാണ് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം. നേതാക്കന്മാർ, ഇപ്പോൾ ഗാന്ധിജി എന്താണ്? ഗാന്ധിജിയുടെ വിശ്വാസ്യതയാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അദ്ദേഹം എന്താണോ പറഞ്ഞത് അതുപ്രകാരമാണ് അദ്ദേഹം ജീവിച്ചത്. ജവഹർലാൽ നെഹ്റു അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് ജീവിച്ചത്. എത്രയോ വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന എല്ലാവിധ സുഖങ്ങളും അനുഭവിക്കാൻ അവസരമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ രാജ്യത്തിന് വേണ്ടി അതെല്ലാം ത്യജിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. മൗലാന അബ്ദുൽ കലാം ആസാദ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ, ഇങ്ങനെ നമ്മുടെ ദേശീയ നേതാക്കന്മാരുടെ ജീവിതം, പഴയ കാലത്തെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമര മുന്നണിയിലുണ്ടായിരുന്ന നേതാക്കന്മാരുടെ ജീവിതം, എന്തിനേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരംഭകാലം മുതലുള്ള കാലത്ത് ആ പാർട്ടി നേതാക്കന്മാർ എത്രയോ ത്യാഗങ്ങൾ അനുഭവിച്ചിരിക്കുന്നു. നമുക്കവരുമായി രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ വ്യക്തി ജീവിതത്തിൽ നാം അവരെ മാനിക്കുന്നു. ഇപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടി, പഴയകാലത്തെ സോഷ്യലിസ്റ്റ് പാർട്ടി, ആ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ ആളുകൾ പഴയ കാലത്ത് ആ ഏത് പാർട്ടികളിലായാലും ഉണ്ടായിരുന്ന ഒരു വിശ്വാസ്യത, ആ വിശ്വാസ്യതയാണ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. നിർഭാഗ്യവശാൽ ഇപ്പോൾ ക്രെഡിബിലിറ്റി ക്രൈസിസ്, വിശ്വാസ പ്രതിസന്ധി, ഇത് വളരെ ഒരു ഗുരുതരമായൊരു പ്രശ്നമായി ഇപ്പോൾ വളർന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം ഒരു കാര്യം പറയാം. ഈ എല്ലാ പാർട്ടികൾ ചേർന്ന മുന്നണികളും തിരഞ്ഞെടുപ്പ് കാലത്ത് മാനിഫെസ്റ്റോ പുറത്തിറക്കാറുണ്ട്. ഈ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം നടപ്പാക്കി എന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിശോധന, ഒരു പബ്ലിക് ഓഡിറ്റ് നടത്താറുണ്ടോ? ആ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മിക്കവാറും അതെല്ലാം വിസ്മരിക്കുന്ന അപൂർവ സന്ദർഭങ്ങളിലാണ് അതൊക്കെ നടപ്പാക്കുന്നത്. അങ്ങനെ നടപ്പാക്കുന്ന നേതാക്കന്മാരുണ്ട്. പഴയകാലത്തെ ഗവൺമെൻറ്റുകളിലൊക്കെ അത് വളരെ ശ്രദ്ധിച്ചിരുന്നു. ഈ അടുത്ത കാലത്തായി കാണുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മാനിഫെസ്റ്റോ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി മാനിഫെസ്റ്റോയുടെ കഥ കഴിയുകയാണ്. പിന്നെ ആരും ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഈ ഒറ്റ ഉദാഹരണം, ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ഏറ്റവും ചർച്ച ചെയ്തൊരു വിഷയമാണല്ലോ നമ്മുടെ മദ്യവ്യാപനം, അതുപോലെ മയക്കുമരുന്നിൻ്റെ, ലഹരിയുടെ വ്യാപനം. ഇപ്പോൾ ഈ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ അധികാരത്തിലുള്ള ഗവൺമെൻറ്, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ്, ഈ ഗവൺമെൻറ് 2016 അധികാരത്തിൽ വന്നത്. ആ 2016 തെരഞ്ഞെടുപ്പിൽ
ജനങ്ങളുടെ മുമ്പാകെ അവർ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ, മാനിഫെസ്റ്റോയിൽ 552 ഇനമായി കൊടുത്തത് മദ്യനയത്തെക്കുറിച്ചാണ്. എന്താ അവർ പറയുന്നത്? ഞാൻ ഏതാണ്ട് ഞാൻ പറയാം, അതിൻ്റെ വാക്കുകൾ ഞാൻ മറന്നിട്ടില്ല എങ്കിൽ ഏതാണ്ട് ഇതാണ്: മദ്യം ഒരു സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുകയാണ്. മദ്യത്തിൻ്റെ ഉപയോഗവും ലഭ്യതയും പടിപടിയായി കുറച്ചു കൊണ്ടുവരിക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ലക്ഷ്യം. അതാണ്. അതിന് സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക. മദ്യവർജനത്തിന് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. മദ്യവർജനത്തിന് വേണ്ടി സാക്ഷരതാ പ്രസ്ഥാനം പോലെ ഒരു വലിയ ജനകീയ പ്രസ്ഥാനം സംഘടിപ്പിക്കും. ഡി അഡിക്ഷൻ സെൻ്ററുകൾ ആരംഭിക്കും. രണ്ടാമത് അവർ പറഞ്ഞൊരു പോയണം, മദ്യം പോലെ തന്നെ മയക്കുമരുന്നും മറ്റു ലഹരി പദാർത്ഥങ്ങളും മറ്റൊരു സാമൂഹ്യ വിപത്തായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതായത്, ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞ് അധികാരത്തിൽ വന്ന ഈ ഇപ്പോഴത്തെ സർക്കാർ, അതിൻ്റെ തുടർച്ചയാണല്ലോ ഇപ്പോഴത്തെ സർക്കാർ. ഈ സർക്കാർ എന്താ ചെയ്യുന്നത്? ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ 29 ബാറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് തലത്തിലുള്ള മദ്യശാലകളൊക്കെ നിലവിലുണ്ടായിരുന്നു. പക്ഷേ ബാറുകളെ സംബന്ധിച്ച് 29 ബാറുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതിന്ന് 1000-ത്തിലധികം കവിഞ്ഞു. ഇതിലേറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ 855-859 ബാറുകൾ വരെ നേരത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കാണിക്കുമായിരുന്നു. ഇപ്പോൾ അനുവദിക്കുന്ന ബാറുകളെ സംബന്ധിച്ച് ഒരു വിവരവും പുറത്തുവിടുന്നില്ല. ഏതാണ്ട് 1000-ത്തിൽ കടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് തലങ്ങളിലേക്ക്, ഇതിന് പുറമെ ഞാൻ പറയാം, ഇപ്പോൾ നമ്മുടെ മറ്റ് തലങ്ങളിലുള്ള മദ്യശാലകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ തരത്തിലുള്ള ബാറുകളുടെ കാര്യത്തിൽ വർധനവുണ്ടാകുന്നത്. തന്നെയുമല്ല, മറ്റ് തലങ്ങളിലേക്ക്, പൈറ്റി മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഡ്രൈ ഡേ എടുത്തു കളയാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ മദ്യശാലകൾ പ്രവർത്തനം വേണ്ട എന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. പഴയ മുൻകാലത്ത് തീരുമാനിച്ചതാണ് മദ്യശാലകൾ കേരളത്തിൽ പ്രവർത്തനം വേണ്ട, അല്ലെങ്കിൽ പുതിയ മദ്യശാലകൾ തുറക്കില്ല എന്ന തീരുമാനം നേരത്തെ ഉള്ളതാണ്. ഇപ്പോൾ ഒരു പുതിയ മദ്യശാല തുറക്കാൻ പോകുന്നു. അപ്പോൾ ഈ ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുക, തിരഞ്ഞെടുപ്പിനെ നേരിട്ട് ജയിച്ചു കഴിഞ്ഞാൽ അതോടെ ആ വാഗ്ദാനം ലംഘിച്ചുകൊണ്ട് ജനങ്ങളെ ശരിക്കു പറഞ്ഞാൽ കബളിപ്പിക്കുന്ന ഒരു നയമല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ ജനവഞ്ചനയാണ് ഈ കാര്യത്തിൽ പിണറായി സർക്കാർ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതുപോലെ മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ ഇവർ പറഞ്ഞിരുന്നത് എന്താ? മദ്യലഭ്യതയില്ലെങ്കിൽ മയക്കുമരുന്ന് വർദ്ധിക്കുന്നതാണ് ഏറ്റവും വലിയ ആക്ഷേപമായിരുന്നത്. ഇപ്പം എന്തായി? മദ്യവ്യാപനം വിപുലമായ തോതിൽ വന്നു. മദ്യശാലകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. മറ്റു തലങ്ങളിലേക്ക് മദ്യവ്യാപനം ഉണ്ടായി. ഇപ്പം എന്താ സ്ഥിതി? മയക്കുമരുന്ന് ഏറ്റവും വലിയ അപകടമായി മാറിയിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ എവിടേക്കാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇതിൻ്റെ കാരിയേഴ്സായിട്ട് മാറുന്ന ഒരവസ്ഥ. മറ്റൊരു ആപൽക്കരമായ സ്ഥിതി എന്ന് പറയുന്നത്, ഇപ്പോൾ ജനങ്ങൾ ഇപ്പോൾ സ്വന്തം വീട്ടിലാണെങ്കിൽ തന്നെ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു ഇടപെടൽ പഴയകാലം പോലെ ഇല്ല. കാരണം മക്കളുടെ കയ്യിലും മൊബൈലുണ്ട്, മക്കളുടെ കയ്യിലും ലാപ്ടോപ്പുണ്ട്. അച്ഛനും ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്നു, അമ്മയും സൗകര്യം കിട്ടിയാൽ ലാപ്ടോപ്പ് നോക്കിയിരിക്കുകയാണ്. ആ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ എന്ത് സംഭവിക്കുന്നു, കുട്ടിയുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും മാറ്റമുണ്ടാകുന്നുണ്ടോ? പലപ്പോഴും ഇത് കണ്ടുപിടിക്കുന്നത് ടീച്ചർമാരാണ്, കുട്ടികളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഈ മയക്കുമരുന്ന് ഇന്ന് ഏറ്റവും വലിയ ആപൽക്കരമായ തലത്തിലേക്ക് വിപുലമായിരിക്കുന്നു. എന്താ സ്ഥിതി? ഓരോ ദിവസവും, ഇപ്പോൾ മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്കറിയാമല്ലോ, ഓരോ ദിവസവും കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കൊലപാതകങ്ങൾ, മദ്യപിക്കാൻ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ അച്ഛനെ കൊല്ലുന്നു, മദ്യപിക്കാൻ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു അമ്മയെ അടിക്കുന്നു മകൻ. എന്തിനേറെ, അമ്മയെ അടുത്തുള്ള ഒരു ജലസ്രോതസ്സിലേക്ക് തള്ളി വിട്ടുകൊണ്ട് കാലുകൊണ്ട് അമ്മയുടെ കഴുത്തിൽ ചവിട്ടി അമ്മയെ മുക്കിക്കൊല്ലുകയാണ്. ഇതെല്ലാം കേരളത്തിലാണ് നടക്കുന്നത്.
ഇപ്പോൾ ഡോക്ടർ വന്ദന എന്ന് പറയുന്ന മിടുക്കിയായൊരു ഡോക്ടർ ലഹരിയിലാണ് ഡോക്ടറെ കൊലപ്പെടുത്തിയത്. ഓരോ ദിവസവും വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ലഹരിയിൽപ്പെട്ടിരിക്കുന്നു, ലഹരിയുടെ സ്വാധീനമാണ്. അപ്പോൾ ഈ പിന്നെ കുടുംബജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റം, സമാധാനമില്ലായ്മ, തലമുറകൾക്കുണ്ടാകുന്ന തകർച്ച, ശരിക്കു പറഞ്ഞാൽ കേരളത്തെ ഒരു സാമൂഹ്യമായ ഒരു വലിയ ദുരന്തത്തിലേക്കാണ് ഈ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്, എനിക്ക് രാഷ്ട്രീയമുണ്ട്. എൻ്റെ രാഷ്ട്രീയമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു. പക്ഷേ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ മടിച്ചിട്ടില്ല. എൻ്റെ മനസ്സിന്, എൻ്റെ മനസാക്ഷിക്ക് ശരിയല്ലാത്ത കാര്യങ്ങളെ എവിടെ സംഭവിച്ചാലും UDF ഭരണകാലത്തും അത് താങ്കൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. UDF ഭരണകാലത്തും അല്ലെങ്കിൽ LDF ഭരണകാലത്തും ഏത് ഭരണകാലത്തും ഈ കാര്യത്തിൽ ഭരണമല്ല പ്രശ്നം, ജനങ്ങളുടെ ജീവിതമാണ്. പലപ്പോഴും പല വിമർശനങ്ങളും ഞങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത്, നമ്മളൊക്കെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ ആ തെറ്റുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിക്കരുത്. നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിക്കരുത് എന്ന് പറയുന്ന പോലെ തന്നെ മറുഭാഗത്തും തെറ്റുകൾ ഉണ്ടാവരുത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക്, കേരളം കുറ്റകൃത്യങ്ങളുടെ നാടായി, ദൈവത്തിൻ്റെ സ്വന്തം നാടല്ല, ക്രിമിനലുകളുടെ സ്വന്തം നാട് എന്ന രീതിയിലേക്ക് കേരളം മാറുകയാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണ്ടേ? ഇത് തുറന്നു കാട്ടുന്നതിൽ പ്രതിപക്ഷത്തിന് ഇതിൽ ഒരു കാര്യം ഞാൻ തുറന്നു പറയാൻ മടിക്കുന്നില്ല. ഈ കാര്യത്തിന് ഞാനൊരു പ്രത്യേകമായ ഒരു ചേരുതിരിവിലേക്ക് പോകുന്നില്ല. ഈ കാര്യത്തിൽ നമ്മുടെ പൊതുരാഷ്ട്രീയ സമൂഹം അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന ദുഃഖം എനിക്കുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ചില ആധ്യാത്മിക നേതാക്കന്മാർ സജീവമായിട്ട് ഈ രംഗത്തുണ്ട്, ആധ്യാത്മിക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതല്ലാതെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ നിത്യജീവിതത്തിൽ അവരെ കൂടുതലായി സ്വാധീനിക്കാൻ സാധിക്കുന്ന, അവരുമായി ഇടപഴകുന്ന, ഈ പ്രശ്നങ്ങൾ കൃത്യമായി വിലയിരുത്തുന്ന സാധിക്കുന്ന രാഷ്ട്രീയ സമൂഹം അർഹമായ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വലിയ ദുഃഖമുണ്ട് എനിക്ക്. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിൻ്റേതായ പ്രാധാന്യവും പ്രസക്തിയും രാഷ്ട്രീയത്തിലുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോട് വലിയ ആദരവ് എനിക്കുണ്ട്. ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ മറക്കാതെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ KSU പ്രസിഡൻ്റായിരിക്കുമ്പോൾ MLA ഹോസ്റ്റലിൽ വെച്ച് അന്ന് ആദരണീയനായ AKG എന്നെ കാണാൻ താല്പര്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തെ കണ്ടു. സുശീല ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. അതൊന്നും ഒരിക്കലും മറക്കാനാകില്ല. ഇപ്പോൾ നമ്മുടെ അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് രാജ് സംബന്ധിച്ച് കേരള നിയമസഭയിൽ ചർച്ച കഴിഞ്ഞു. അതിൽ പങ്കെടുത്ത് എൻ്റെ പ്രസംഗം വലിയ പ്രാധാന്യത്തിൽ പത്രങ്ങൾ കൊടുത്തിരുന്നു. പിറ്റേ ദിവസം ഡോക്ടർ KN രാജിൻ്റെ നേതൃത്വത്തിൽ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ നടന്നൊരു സെമിനാർ ഉദ്ഘാടനം ചെയ്തത് ആദരണീയനായ EMS ആണ്. EMS പ്രസംഗം തുടങ്ങുന്നത് തലേ ദിവസം നിയമസഭയിൽ ഞാൻ നടത്തിയ പ്രസംഗത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ്. അദ്ദേഹം പലപ്പോഴും എഴുതിയിട്ടുണ്ട്. എനിക്ക് അതുപോലെ തന്നെ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ നമുക്ക് എത്ര ആദരവുണ്ട്. പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരെ ആദരിക്കുന്നത് പോലെ തന്നെ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോട് ആദരവുണ്ട്. പക്ഷേ ഞാൻ തുറന്നു പറയുന്നതിൽ ദയവായി പിണറായിയുടെ ആരാധകന്മാർ ക്ഷമിക്കണം. പിണറായി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് എന്ന് നമുക്ക് പറയാൻ വയ്യ. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെക്കുറിച്ച് അവർ മുൻകാലത്ത് ജനങ്ങളുടെ മുമ്പേ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ച ഒരു രീതിയുണ്ട്, ശൈലിയുണ്ട്. അത് സത്യം പറഞ്ഞാൽ ആദർശത്തിൻ്റെ ഒരു ശൈലിയാണ്. അവരാരും സ്വാർത്ഥ താല്പര്യക്കാരല്ല. പാർട്ടി രാഷ്ട്രീയമായി ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അതിനോട് വിയോജിപ്പുണ്ട് പറയാം. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യത്തെ പൂർണ്ണമായി വിസ്മരിച്ചുകൊണ്ട് തലമുറകളെ നാശത്തിലേക്ക്, കേരളത്തെ സർവനാശത്തിലേക്ക് തള്ളിവിടുന്ന ഇതുപോലുള്ള മദ്യവ്യാപനം, മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിലെ പരാജയം ഒരു ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോഴാണ് നടക്കുന്നത് എന്ന് പറയുന്നത് ആ ഗവൺമെൻറ്റിന് ഏറ്റവും വലിയ അവമാനമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ചരിത്രത്തിൽ ഈ ഗവൺമെൻറ്റൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നത് ഏറ്റവും വലിയ ജനദ്രോഹികൾ
തലമുറകളെ നാശത്തിലേക്ക് നയിച്ചവർ എന്ന രീതിയിലാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഇതുപോലെ ലംഘിച്ച് മുന്നോട്ട് പോയി ജനങ്ങളെ ദ്രോഹിക്കുന്ന ജനവഞ്ചനയുടെ പര്യായമായി മാറുന്ന ഈ ഭരണകൂടം ഇനിയെങ്കിലും തെറ്റിദ്ധരുത്തണം. എൻ്റെ അഭിപ്രായത്തിൽ ഞാനിപ്പോഴും പറയുന്നു, അവരുടെ സമ്പൂർണ്ണമായി പരാജയത്തിലേക്ക് നീങ്ങുമ്പോഴും ഇനി തെല്ലെങ്കിലും പ്രതിബദ്ധത അവശേഷിച്ചതായി ഈ സർക്കാരിൻ്റെ ഭരണാധികാരികൾ കാണുന്നുണ്ടെങ്കിൽ അവർ തെറ്റിദ്ധരുത്തണം. ഇപ്പോൾ അനുവദിച്ച മദ്യശാലയുണ്ടല്ലോ, ഒരു മദ്യനിർമ്മാണശാല, അതിൻ്റെ ലൈസൻസ് റദ്ദാക്കണം. ലൈസൻസ് കൊടുത്തിട്ടുണ്ടാവില്ല, തീരുമാനം വന്നിട്ടുള്ളൂ. ആ തീരുമാനം റദ്ദാക്കണം. അതുപോലെ തന്നെ ഈ തെറ്റായ മദ്യനയം തിരുത്തണം. മദ്യത്തിൻ്റെ വ്യാപനവും ഉപയോഗവും പടിപടിയായി കുറച്ചു കൊണ്ടുവരും എന്നുള്ള അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം ഇനിയെങ്കിലും അതിനോട് നീതി പുലർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പോളിംഗ് പെർസെൻറ്റ് കുറഞ്ഞു വരില്ലേ? എന്തുകൊണ്ടാണ് കുറയുന്നത്? ഈ ദേശീയ രാഷ്ട്രീയത്തിലും കുഴപ്പങ്ങളുണ്ട്. നരേന്ദ്രമോദിയുടെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ മാർഗമാണ്, ഏകാധിപത്യ ശൈലിയാണ്, വർഗീയത വളർത്തുകയാണ്, ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ്, നമ്മുടെ ഭരണഘടനയ്ക്കെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെൻറ്, ഇപ്പോൾ ആ ഗവൺമെൻറ് ഇതുപോലെ മാനിഫെസ്റ്റോനെ കുറിച്ച് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് പറയുന്ന മാനിഫെസ്റ്റോ പോലെ തന്നെ സുപ്രധാനമാണ് ഏറ്റവും പ്രധാന നേതാക്കന്മാരുടെ പ്രഖ്യാപനങ്ങൾ. തങ്ങൾ അധികാരത്തിൽ വന്നാൽ വിദേശത്തുള്ള കള്ളപ്പണം മുഴുവൻ പിടിച്ചെടുത്ത് 15 ലക്ഷം രൂപ വീതം സാധാരണക്കാർക്ക് വിതരണം ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനം. വല്ലതും ചെയ്തു. പിന്നെ ആ സർക്കാർ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ പിണറായിയുടെ കാര്യം പറഞ്ഞതുപോലെ നരേന്ദ്രമോദി ചെയ്യുന്നത് എന്താ? നരേന്ദ്രമോദി ചെയ്യുന്നത് അദാനിമാർക്കും അംബാനിമാർക്കും വേണ്ടിയുള്ള ഭരണമാണ്. സാധാരണക്കാർക്ക് എന്താ സ്ഥിതി? ഇപ്പോൾ മനോജ്, ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ഞാൻ വായിച്ചിരുന്നു. അതായത് വൻകിട കുത്തക മുതലാളിമാർ നമ്മുടെ ബാങ്കുകളിൽ വരുത്തിയ കടം, കിട്ടാക്കടം 16 ലക്ഷം കോടി രൂപയാണ് എഴുതി തള്ളിയത്. ഇങ്ങനെ 16 ലക്ഷം കോടി രൂപ വൻകിടക്കാരുടെ, കുത്തക മുതലാളിമാരുടെ എഴുതി തള്ളിയ സർക്കാരിൻ്റെ നയമെന്താണ്? സാധാരണക്കാരൻ ഒരു 50,000 രൂപ, 1 ലക്ഷം രൂപ ലോൺ എടുത്താൽ സമയത്തിന് തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ അവൻ്റെ നേരെ ജപ്തിയാണ്. എത്ര ആത്മഹത്യയാണ്? കർഷകർ എത്ര പേര് ആത്മഹത്യ ചെയ്തത്? ചില സാധാരണക്കാരൻ 50,000 രൂപ, 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ ലോൺ എടുത്തു. അവന് സമയത്ത് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അവന് ജപ്തിയാണ്. മറ്റോടത്ത് എഴുതി തള്ളുകയാണ് വൻകിടക്കാരുടെ. എന്ത് നീതിയാണ്? പിന്നെ ഈ രാജ്യത്തെ ഗവൺമെൻറ് നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. ഗവൺമെൻറ് നിലനിൽക്കുന്നത് വൻകിട കുത്തകക്കാർക്ക് വേണ്ടിയാണ്. ഇതിനെ വിമർശിച്ചു രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ, ലോക്സഭയിൽ. എന്താ സംഭവിച്ചത്? അദ്ദേഹത്തെ ലോക്സഭയിൽ നിന്നും അയോഗ്യത കൽപ്പിച്ച് പുറത്താക്കി. ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രിമാരെ, ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാരെ പ്രതിപക്ഷത്തിരിക്കുന്നവർ എത്രയോ വിമർശിച്ചിരിക്കുന്നു. അന്യായമായൊരു വിമർശനമല്ലല്ലോ രാഹുൽ ഗാന്ധി നടത്തിയത്. ഈ സർക്കാരിൻ്റെ തെറ്റായ സാമ്പത്തിക നയം, വൻകിടക്കാരെ പ്രീണിപ്പിക്കുന്ന നയം, അവർക്ക് വേണ്ടി ഭരണചക്രം തിരിക്കുന്ന നയം, പാവപ്പെട്ടവരെ അവഗണിക്കുന്ന നയം, അതല്ലേ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പം ഞാൻ നിയമസഭാ സ്പീക്കറായി കുറച്ചു കാലം പ്രവർത്തിച്ച അനുഭവമുള്ള ഒരാളാണ്. ഒരു നിയമസഭാ സാമാജികനോട് വിശദീകരണം ചോദിക്കണമെങ്കിൽ തന്നെ അതിനകത്ത് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ ഒരു പാർലമെൻറ്റ് അംഗത്തെ അയോഗ്യത കൽപ്പിച്ച് പുറത്താക്കണമെങ്കിൽ അനുപേക്ഷണീയമായ അനിവാര്യമായ നടപടിക്രമങ്ങൾ ഒന്നുമില്ല, നേരെ പുറത്താക്കുക. എന്തിനേറെ കഴിഞ്ഞാൽ ലോക്സഭയിൽ സംഭവിച്ചത്, ലോക്സഭയിൽ അപ്രതീക്ഷിതമായി ഒരു സംഘം ലോക്സഭയുടെ സന്ദർശക ഗാലറിയിൽ നിന്നും നടത്തളത്തിലേക്ക് ചാടി. അക്രമികളാണ്. അപ്പോൾ ഇപ്പോൾ പഴയ കാലത്ത് ഞാനൊക്കെ MP ആയിരുന്ന കാലത്തുള്ള സുരക്ഷ പോലെ അല്ല ഇപ്പോൾ. അന്ന് ഞങ്ങൾക്കൊക്കെ എവിടെയും പോവാം. ഇപ്പോൾ ലോക്സഭ, രാജ്യസഭ, പാർലമെൻറ്റ് മന്ദിരം പറഞ്ഞാൽ അതീവ സുരക്ഷയാണ്. ഈ അതീവ സുരക്ഷയെ അതിലംഘിച്ചാണ്, കൊണ്ടാണ് ഇവരെല്ലാം അകത്ത് കിടന്നത്. അപ്പോൾ ഈ സുരക്ഷാ രംഗത്തുണ്ടായ പാളിച്ച, പരാജയം, അതിനെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ പ്രസ്താവന നടത്തണം എന്നാണ് പ്രതിപക്ഷത്തെ MP മാർ ആവശ്യപ്പെട്ടത്. അവരാവശ്യപ്പെട്ടു. എന്താ ചെയ്ത്?
ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടാതെ തന്നെ സോ മോട്ടോ ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന ലോക്സഭയിലും രാജ്യസഭയിലും നടത്തേണ്ടതാണ്. ഈ നിരന്തരമായ ആവശ്യം ഉയർന്നു വന്നിട്ടും അതിന് തയ്യാറായില്ല. എന്താ സംഭവിച്ചത്? തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഈ ആവശ്യം ഉന്നയിച്ച എം പിമാരെ, അതിൽ 146 എം പിമാരെ സസ്പെൻഷനിൽ നിർത്തിയിട്ടാണ് പിന്നെ പാർലമെൻറ്റ് നടപടി മുന്നോട്ട് പോയത്. ഇപ്പോൾ CRPC പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നിയമത്തിന് ഭേദഗതി ആ ചർച്ച നടന്നത് 146 എം പിമാരെ സസ്പെൻഷൻ നിർത്തിയിട്ടാണ്. ഇതെന്ത് ജനാധിപത്യമാണ്? അപ്പം നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് കാണുന്ന തെറ്റായ നടപടി നമുക്കറിയാം. ജവഹർലാൽ നെഹ്റു, സ്വാതന്ത്ര്യാനന്തര ഭാരതം, ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ഒരു ജനാധിപത്യ മര്യാദ ലോകം മുഴുവൻ അഭ്യന്തരപൂർവ്വം നോക്കിക്കണ്ടതല്ലേ. ഇപ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കോൺഗ്രസ്സിന് 364 സീറ്റ്, അന്നത്തെ പ്രതിപക്ഷ കക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 16 സീറ്റ്. ഒരു അംഗീകൃതമായ പ്രതിപക്ഷത്തിന് വേണ്ടതായ അംഗബലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല, പ്രതിപക്ഷത്തിനില്ല. പക്ഷേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നാം എല്ലാം ആദരിക്കുന്ന AKGയെ പ്രതിപക്ഷ നേതാവായി ആദരിച്ചു, അംഗീകരിച്ചു. പാർലമെൻറ്റ് നടക്കുമ്പോൾ നെഹ്റു തലസ്ഥാനം വിട്ടു പോകാറില്ല. പ്രതിപക്ഷങ്ങൾക്ക് പറയാനുള്ളത് പറയാം, വിമർശനം വേണമെങ്കിൽ വിമർശനം ഉന്നയിക്കാം, നിയമനിർമ്മാണം കൃത്യമായി നടക്കുന്നു. ആ ഒരു മഹത്തായ ഒരു ശൈലി നമ്മൾ കണ്ടതാണ്. ആ ശൈലി കണ്ട രാജ്യമാണ് ഇപ്പോൾ ഏകാധിപത്യപരമായി പാർലമെൻറ്റ് ഇപ്പം നടക്കുന്നത്. പാർലമെൻറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക, അല്ലാണ്ട് ചർച്ചയല്ല നടക്കുന്നത്. പാർലമെൻറ്റ് സമ്മേളിക്കുക, നേരെ സ്തംഭനം. അപ്പോൾ പിന്നെ ഏകപക്ഷീയമായി പാർലമെൻറ്റ് സ്തംഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രതിപക്ഷം സമരരംഗത്ത് നിൽക്കുമ്പോൾ, പ്രതികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ബില്ലുകളൊക്കെ പാസ്സാക്കി പോകുന്നു. കാര്യമായൊരു ചർച്ചയില്ല. യഥാർത്ഥത്തിൽ ഈ അവസ്ഥ നമ്മുടെ ജനാധിപത്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കും. ജനങ്ങളുടെ മനസ്സിൽ അതിനൊക്കെതിരായിട്ട് ശക്തമായ വികാരം ഉയർന്നു വരുന്നുണ്ട്. ഭരണം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ നിശ്ചിത താല്പര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ള പരിമിതമായ ലക്ഷ്യങ്ങളിൽ, പരിമിതമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു വിശാലമായ വിപുലമായ ജനതാല്പര്യം എന്നുള്ള ആ പഴയൊരു പാരമ്പര്യമുണ്ടല്ലോ. ആ ഒരു പാരമ്പര്യം ഇല്ലാതാക്കുന്നു. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ വേദികളായ, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലുകൾ എന്ന് നാം വിശേഷിപ്പിക്കുന്ന പാർലമെൻറ്റും സംസ്ഥാന നിയമസഭകളും അതിൻ്റെ പ്രവർത്തനക്ഷമത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു. സ്തംഭനാവസ്ഥ ഒരു രീതിയായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലൊരു കാര്യം പറയാം. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നു. ആദരണീയനായ EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി, PT ചാക്കോ കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവ്. വിമോചന സമരം പോലെ ശക്തമായ രാഷ്ട്രീയ സമരം പുറത്ത് നടക്കുകയാണ്. ഈ സമയത്ത് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ദിവസം പോലും കേരള നിയമസഭ സ്തംഭിച്ചിട്ടില്ല. പിന്നീട് പട്ടംതാനപിള്ള സാറ് വന്നു. അത് കഴിഞ്ഞ് R ശങ്കർ സാറ് മുഖ്യമന്ത്രിയായി. ഒരു ദിവസം പോലും സഭ സ്തംഭിച്ചിട്ടില്ല. ഈ സഭാസ്തംഭനം തുടങ്ങുന്നത് 1967 ശേഷമാണ്. ഇപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ സ്തംഭനം നടക്കുന്നു. ചില ദിവസങ്ങളിൽ ഈ പ്രധാനപ്പെട്ട ബില്ലുകൾ പോലും ചർച്ച കൂടാതെ പാസ്സാക്കപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വ്യവസ്ഥിതിയിൽ മാറ്റം വരണം. ജനാധിപത്യത്തിലേക്ക് രാജ്യം തിരിച്ചു പോകണം. എല്ലാവരും ജനാധിപത്യത്തെക്കുറിച്ച് പറയും, പക്ഷേ നടപ്പിലാക്കാൻ അവസരം കിട്ടിയാൽ ജനാധിപത്യം എങ്ങനെ കൈയൊഴിയാം, ജനാധിപത്യം എങ്ങനെ ഏകാധിപത്യമാക്കി മാറ്റാം എന്നുള്ളൊരു ശൈലിയാണ് ഇന്ന് പ്രകടമാകുന്നത്. ഈ ശൈലിക്കെതിരെ ഒരു ശക്തമായ പ്രതികരണമുണ്ടാകണം. രാഷ്ട്രീയ സമൂഹം ഉണരണം, ഉണർന്ന് പ്രവർത്തിക്കണം. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതികരണം ഉയർന്നു വരണം. ജനപ്രതികരണമാണ് രാഷ്ട്രീയ സമൂഹത്തെ ചിന്തിപ്പിക്കുന്നത്. ആ ഒരു രീതി മാധ്യമങ്ങളും ഈ കാര്യത്തിൽ അവരുടേതായൊരു പങ്ക് വഹിക്കണം എന്ന അഭിപ്രായക്കാരനാണ്. ഈ അതാത് ഭരണകക്ഷികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമല്ല, മറിച്ച് തെറ്റുകൾ കാണുമ്പോൾ വിമർശിക്കുക, തെറ്റുകളെ ചോദ്യം ചെയ്യുക. ആ പഴയ രീതിയില്ലേ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ശങ്കേഴ്സ് വീക്കിലി ഉദ്ഘാടനം ചെയ്യാൻ ചെന്നപ്പോൾ കാർട്ടൂൺ ശങ്കറിനോട് പറഞ്ഞതെന്താ? എന്നെ വിമർശിക്കുന്നില്ല,
ഡോണ്ട് സ്പെയർ മീ മിസ്റ്റർ ശങ്കർ, എന്നെ വെറുതെ വിടരുത്, എന്നെ ഒഴിവാക്കരുതെന്നാണ്. അതാണ് ജനാധിപത്യം. അപ്പോൾ ആ ജനാധിപത്യ രീതിയിലേക്ക് രാജ്യം തിരിച്ചു പോകണം. കേരളം ആ ഒരു ശൈലിയിലേക്ക് പോകണം. ജനതാൽപര്യമാണ്, മാഫിയ സംഘങ്ങളുടെ താല്പര്യമല്ല, അതിലേക്ക് നിശ്ചിത താല്പര്യക്കാരുടെ രക്ഷയല്ല വേണ്ടത്, ജനരക്ഷയാണ് പ്രധാനം എന്നൊരു തലത്തിലേക്ക് പോകണം. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിലും കാര്യമായൊരു മാറ്റമുണ്ടാകണം. രാഷ്ട്രീയ പാർട്ടികൾ ഗൗരവത്തോടുകൂടി പ്രശ്നം കാണണം. പാർട്ടികൾക്കകത്ത് ചർച്ച വേണം, എല്ലാ പാർട്ടികൾക്കകത്തും ചർച്ച വേണം. ആ ചർച്ച, കൂട്ടായ ചർച്ച, കൂട്ടായ തീരുമാനം, അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റമറ്റ തീരുമാനങ്ങളുമായി ജനങ്ങളെ സേവിക്കാൻ, ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, രാജ്യക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. പാർട്ടിക്ക് അകത്ത് ചർച്ച വേണം എന്ന് പറഞ്ഞ് താങ്കൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് പാർട്ടിക്കകത്ത് അതിശക്തമായ രീതിയിൽ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. അത് താങ്കൾ പുറത്തു പറഞ്ഞിരുന്നില്ല, പക്ഷേ അത് പുറത്തു വന്നു. പുറത്തു വന്നതിന് ശേഷം കെ സുധാകരനോട് ചോദിച്ചപ്പോൾ കെ സുധാകരൻ പറഞ്ഞത് താങ്കൾ പാർട്ടി വിട്ടു എന്നാണ്. അത് താങ്കളെ വലിയ ഞാൻ ആ വിഷയത്തിലേക്ക്, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്, അതിലേക്കൊന്നും പോകാൻ താങ്കളെ വിഷമിപ്പിച്ചൊരു കാര്യമായിരുന്നില്ല. ഞാനതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഒരു അന്തരീക്ഷം മാറിയിരിക്കുകയാണ്, വലിയൊരു മാറ്റത്തിൻ്റെ അന്തരീക്ഷമാണ്. കോൺഗ്രസ്സുകാരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. കാരണം കോൺഗ്രസ്സിന് വലിയ ഉത്തരവാദിത്തം നിറവേറ്റാനുണ്ട്, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും. ഒന്ന്, പിണറായിയുടെ ജനദ്രോഹ ഭരണത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു വികാരം ജനങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ മോഡി ഭരണത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ജനമനസ്സിലുണ്ട്. ആ വികാരം ഒരു യാഥാർത്ഥ്യമാണ്. ജനങ്ങൾ അങ്ങനെ അവരുടെ വികാരം പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമല്ല കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും നിലനിൽക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ജനങ്ങളുടെ പ്രതീക്ഷയെ തല്ലിക്കെടുത്തുന്ന ഒരു പ്രതികരണവും, അനാരോഗ്യകരമായൊരു പ്രതികരണവും ഉണ്ടാകരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, എവിടെ ചർച്ച നടത്തിയാലും ഇതൊന്നും രഹസ്യമില്ല, ഇതെല്ലാം മാധ്യമങ്ങളിൽ വരും. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തുക, അതുപോലെ തന്നെ മുന്നോട്ട് പോവുക. പിന്നെ ഈ രാജ്യം ആവശ്യപ്പെടുന്ന ഈ നിർണായക ഘട്ടത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിൽക്കുക. കാരണം നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. മറ്റൊരു പാർട്ടി നമ്മളൊക്കെ ജനിച്ചത് കോൺഗ്രസ്സിലാണ്, വളർന്നത് കോൺഗ്രസ്സിലാണ്, പ്രവർത്തിച്ചത് കോൺഗ്രസ്സിലാണ്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. എൻ്റെ അച്ഛൻ സർക്കാർ ജോലിക്കാരനായിരുന്നു. പക്ഷേ നമ്മൾ പ്രവർത്തിച്ചു, KSU പ്രസിഡൻ്റായി, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി, APCC പ്രസിഡൻ്റായി, സ്പീക്കറായി, മന്ത്രിയായി, MP ആയി, MLA ആയി. നമുക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുള്ളതല്ലേ. അതുകൊണ്ടാണ് ഞാൻ 25 വർഷം പൂർത്തിയായപ്പോൾ എഴുതി കൊടുത്തു, അല്ല, എൻ്റെ പേരിനി മത്സരത്തേക്ക് പരിഗണിക്കരുത് എന്ന് ഞാൻ എഴുതി കൊടുത്തതാണ്. പിന്നെയും 2004 മത്സരിച്ചത് യഥാർത്ഥത്തിൽ എന്നോട് എൻ്റെ സമ്മതം ചോദിക്കാതെ ഏകപക്ഷീയമായി ഹൈക്കമാൻഡ് എൻ്റെ പേര് പ്രഖ്യാപിച്ചത് കൊണ്ടാണ്, ആലപ്പുഴയിൽ. പിന്നെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിട്ട് അതനുസരിക്കാതിരിക്കുക എന്നുള്ളത് തെറ്റല്ലേ, അതുകൊണ്ട് സമ്മതിച്ചതാണ്. പക്ഷേ പിന്നീട് 2009 അതിനുശേഷമുള്ള ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ എന്നെ ഹൈക്കമാൻഡിൽ നിന്നും പലരും നിർബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു തീരുമാനം, 25 വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കാര്യത്തിൽ വളരെ സംതൃപ്തനാണ്. എൻ്റെ പാർട്ടി എനിക്ക് എല്ലാ അവസരങ്ങളും തന്നിട്ടുണ്ട്. ശരിക്കും അതൊരു മാതൃകയായി തുടർച്ചയായി മത്സരിക്കുന്ന ആളുകൾ മറ്റാളുകൾക്ക് അല്ല, അതൊക്കെ ഞാൻ പറയാം ഒരു ന്യായമായ രീതിയിൽ തന്നെ. ഇപ്പം ചില ആളുകളുണ്ട്, അത്യാവശ്യക്കാരായ ചിലർ തുടരേണ്ടി വരും. പക്ഷേ അതേ സമയത്ത് ഒരു റീസണബിൾ പീരീഡ് വെച്ച് സ്വയം ചിന്തിച്ച് അതൊക്കെ സ്വയം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഗുണപരമായൊരു മാറ്റം ഉണ്ടാകണം. ആ ഗുണപരമായ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാകട്ടെ എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരേണ്ടത്. തെറ്റുകൾ പറ്റാം, സ്വാഭാവികമാണ്. തെറ്റുകൾ പറ്റിയാൽ അത് തിരുത്തുക, അതാണ് ജനാധിപത്യ ശൈലി. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ ഭരണകക്ഷികളായ
കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഉള്ള ഭരണകക്ഷികളുടെ ഭാഗത്തുനിന്ന് ഭരണകർത്താക്കളുടെ ഭാഗത്തുനിന്ന് കാര്യമായ ശ്രമം ഉണ്ടാകേണ്ടി. ഇപ്പോൾ ഈ പിണറായി സർക്കാരിനെതിരെ അതിശക്തമായ ജനവികാരം ഉണ്ട് എന്നത് യാഥാർത്ഥ്യം. ആ ജനവികാരത്തിന് അപ്പുറത്തേക്ക് പ്രതിപക്ഷത്തെ ഒരു സ്വീകാര്യത അതിലേക്ക് വരുന്നുണ്ടോ? അവരുടെ പ്രവർത്തനം ഞാൻ അതിനെക്കുറിച്ചൊരു വിലയിരുത്തലിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും താങ്കൾ പറഞ്ഞ ആ ഒരു വികാരമുണ്ടല്ലോ. കാരണം പിണറായി സർക്കാർ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളെ പോലും നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പോലും എനിക്ക് തോന്നുന്നു ഈ സർക്കാരിൽ തൃപ്തരാണ് എന്ന് ആരും പറയില്ല. അപ്പോൾ അത്രമാത്രം തെറ്റായ പ്രവർത്തനമുണ്ട്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ജനവികാരം കണക്കിലെടുത്ത് ഉയർന്നു പോകാൻ എല്ലാ തലത്തിലും ശ്രമങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സ്വാഭാവികമായി പ്രതിപക്ഷ രംഗത്തും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഇരുന്ന് ചിന്തിച്ച് വിലയിരുത്തി അതിന് പരിഹാരമുണ്ടാക്കി മുന്നോട്ട് പോകുക എന്നുള്ളത് ജനങ്ങളോടുള്ള ബാധ്യത, ഉത്തരവാദിത്തം നിറവേറ്റുമ്പോൾ അതും പ്രസക്തമാണ് എന്ന കാര്യത്തിൽ ഈ കോൺഗ്രസിലെ ഗ്രൂപ്പുകളെയൊക്കെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണല്ലോ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനും KPCC പ്രസിഡന്റായി കെ സുധാകരനും ഒക്കെ വന്നത്. മനോജ്, ഞാൻ എൻ്റെ ആശയങ്ങൾ പറഞ്ഞു നിർത്തി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ചർച്ചയിലേക്ക് നമ്മളിപ്പോൾ പോകേണ്ട. കാരണം നമ്മുടെ നാട്ടിൽ ഗുണപരമായൊരു മാറ്റം ഉണ്ടാകണം. ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്, ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതൊന്നുമല്ല. താങ്കളെ പോലുള്ള ആളുകളും തുറന്നു അത് ഞാൻ പറയേണ്ടതൊക്കെ കൃത്യമായ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, പറയാൻ എനിക്ക് മടിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ മറ്റൊരു തരത്തിലുള്ള ഒരു ചർച്ച ഡീവിയേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഈ പിണറായിക്കെതിരെ, മോഡിക്കെതിരെ ശക്തമായൊരു വികാരം രാജ്യത്ത് വളർന്നു വന്നിട്ടുണ്ട്. അതിനെ സമൂർത്തമായി ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് രാഷ്ട്രീയ കക്ഷികളുടെ ചുമതല. ദേശീയ തലത്തിൽ അത് സാധിക്കേണ്ടിയിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഇന്ത്യ മുന്നണി പൂർണ്ണമായി ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല. ഇനിയെങ്കിലും അവർ എത്തട്ടെ, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്തട്ടെ. ഏതായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവായി ഒരു വലിയ പ്രതീക്ഷ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. കോൺഗ്രസ്സാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി. ആ ദേശീയ പ്രതിപക്ഷം, കോൺഗ്രസിനെ പോലൊരു പശ്ചാത്തലമുള്ള രാഷ്ട്രീയ പാർട്ടി വേറെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക, കോൺഗ്രസിനെ മുന്നോട്ട് പോകുക, ജനാധിപത്യ മതേതര ശക്തികളെ ഏകീകരിക്കുക. ആ രീതിയിൽ രാജ്യത്തെ ജവഹർലാൽ നെഹ്റുവിൻ്റെ, ഇന്ദിരാഗാന്ധിയുടെ ആ നയങ്ങളിലേക്ക് വീണ്ടും എത്തിക്കുക, മുന്നോട്ട് പോകുക. അതിന് നമുക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ പ്രത്യാശ. ആ പ്രതീക്ഷയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പോകുന്നുണ്ടോ എന്നുള്ള? അല്ല, കേരളത്തിലെ കോൺഗ്രസ്സിന് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ 10-12 സീറ്റ് നല്ല വിജയം കാഴ്ചവെച്ചു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കാഴ്ചവെച്ചു. അപ്പോൾ അതോടൊപ്പം തന്നെ വിജയം വരുമ്പോൾ തന്നെ ആ വിജയത്തോടൊപ്പം തന്നെ നമുക്കുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ എന്തൊക്കെയാണ്, അതൊക്കെ സത്യസന്ധമായി വിലയിരുത്തി അതിനെല്ലാം പരിഹാരം കണ്ടുകൊണ്ട് കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോവുക. തീർച്ചയായും അതിന് സാധിക്കട്ടെ എന്നാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ UDF അധികാരത്തിൽ വരാനുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം, അതായത് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും എനിക്ക് യാതൊരു സംശയമില്ല കേരളത്തിൽ UDF വരും. അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ആ വിശ്വാസം എൻ്റെ ഒരു വിശ്വാസം മാത്രമല്ല, പൊതുവെ കാണുന്നൊരു വിശ്വാസം അതാണ്. അതനുസരിച്ച് അതിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് നാടിനെ എത്തിക്കാൻ വേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനം, അതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തി, കാലഘട്ടത്തിൻ്റെ ആവശ്യം. അത് നടക്കും എന്നുള്ളൊരു വിശ്വാസം താങ്കൾക്കുണ്ട്. താങ്കളിപ്പോൾ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു ബോഡിയിൽ ഇപ്പോൾ അഭിപ്രായങ്ങളൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുകയല്ലേ? അപ്പോൾ എവിടെയാണ് താങ്കളുടെ അഭിപ്രായം പറയുന്നതിന് യാതൊരു തടസ്സവുമില്ല. കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അത് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെയ്യാൻ യാതൊരു മടിയുമില്ല. നമ്മൾ എന്തൊക്കെയാണോ എന്നിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, പാർട്ടി പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്, ആ രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്, എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആ ഉത്തരവാദിത്തവും ബാധ്യതയും നിറവേറ്റുക, അതിനുവേണ്ടിയുള്ള ലക്ഷ്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം മുന്നോട്ട് വരിക, ഇന്നുള്ള ഈ അവസ്ഥയ്ക്ക് പരിപൂർണമായി മാറ്റമുണ്ടാക്കുക.
കാരണം ഇന്നുള്ള ഈ അവസ്ഥ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജനതാൽപര്യം മാനിക്കുന്ന ഭരണ സംവിധാനങ്ങൾ ഉണ്ടാകണം. ജനാധിപത്യത്തിൻ്റെ പേരിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുക, ഗുണപരമായ മാറ്റമുണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ താങ്കൾക്ക് എതിരെ ഉണ്ടായിട്ടുണ്ട്. KS ബ്രിഗേഡ് എന്നുള്ള ആ പ്ലാറ്റ്ഫോമിൽ നിന്നടക്കം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പടതിയിലേക്ക് ഒന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഇപ്പം അതിൻ്റെ സമയമല്ല. ഇപ്പം നമ്മളിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ജനങ്ങൾ പിന്നെ എല്ലാവരും ഒറ്റക്കെട്ട്, ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. അതനുസരിച്ച് കോൺഗ്രസിനെ ഒരു വിവാദം ഉണ്ടാക്കാൻ വിവാദമല്ല. ഞാൻ ഇപ്പം നമ്മുടെ ലക്ഷ്യം ഇതാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ കൂട്ടായ്മ ശക്തിപ്പെടണം. അതനുസരിച്ച് മുന്നോട്ട് പോകണം. അതിന് എന്നാൽ കഴിയുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ? ഒരുപക്ഷെ VM സുധീരനല്ല മറ്റൊരു നേതാവാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഈ പാർട്ടിയിൽ ഇല്ല എന്ന് കേട്ടിരുന്നുവെങ്കിൽ എന്തൊക്കെ പറയുമായിരുന്നു? VM സുധീരൻ നേതാവായതുകൊണ്ട് മാത്രമല്ലേ താങ്കൾ? ഞാൻ മനോജെ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പം അതിൻ്റെ സന്ദർഭമല്ല, ഇപ്പം സമയമല്ല. ഇപ്പം സമയം എന്ന് പറയുന്നത് വളരെയേറെ ധീരദേശാഭിമാനികളായ നമ്മുടെ മുൻകാല നേതാക്കന്മാരും സ്വാതന്ത്ര്യ സമര ഭടന്മാരും ത്യാഗനിർഭരമായ പ്രവർത്തനത്തിലൂടെ നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മതേതരത്വം, അതിനൊക്കെ എതിരെ കനത്ത വെല്ലുവിളി ഉയരുന്ന സന്ദർഭത്തിൽ അതിനെതിരെ പ്രതികരിക്കുക, ശക്തമായി തെറ്റായ പ്രവണതകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുക, ജനാധിപത്യ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള മതേതര മൂല്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നമ്മുടെ ഭരണഘടനയുടെ അന്തസത്ത പരിരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക. അതിനെ എതിർക്കുന്നതായി പറയുന്ന കേരളത്തിലെ ഭരണകക്ഷിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെറ്റുകൾ, അവരുടെ ജനദ്രോഹ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവരെയും നേരായ വഴിയിലേക്ക് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. ഇതാണ് ലക്ഷ്യം. എന്തായാലും അടിമുടി കോൺഗ്രസ്സാണ് VM സുധീരൻ. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലുമുണ്ട് അത്. മനസ്സ് നന്നായി വേദനിക്കുമ്പോഴും അദ്ദേഹം കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ഒരു പോറലും ഏൽക്കരുത് എന്ന് ഓരോ വാക്കിലും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കാതിരുന്നതും. കണ്ണൂരിൽ നിന്ന് അദ്ദേഹത്തിന് പലതും പറയാനുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ഒരു പോറലും ഏൽക്കരുത് എന്നാണ് ഇപ്പോഴും പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ബോഡിയിലും ഇല്ലാതിരുന്നിട്ടും VM സുധീരൻ എന്ന നേതാവ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. അത് ഈ നാട്ടിലെ കേരളത്തിലെ ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. കേരളത്തിലെമ്പാടും VM സുധീരൻ എന്ന നേതാവ് ഓരോ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. അവിടെ എല്ലാം കോൺഗ്രസ് എന്ന പ്രസ്ഥാനം, അതിൻ്റെ ആദർശം, ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടി ക്ലാസുകൾ ഇപ്പോൾ നടക്കുന്നില്ല എന്ന് VM സുധീരൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ VM സുധീരൻ്റെ ഓരോ പ്രസംഗവും പാർട്ടി ക്ലാസുകളായി മാറുകയാണ്. അത് തന്നെയാണ് VM സുധീരൻ എന്ന നേതാവ് നമുക്കിടയിൽ ഇനിയും ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കിടയിൽ വേണം എന്ന് ഓരോ ആളുകളും ചിന്തിക്കുന്നത്. എന്തായാലും VM സുധീരൻ എന്ന നേതാവ് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഇത്രയും നേരം നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അദ്ദേഹത്തിന് തുറന്നുള്ള പ്രവർത്തനങ്ങളിലും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. കേരളത്തിലുടനീളം അദ്ദേഹത്തിന് ഒരുപാട് ആരാധക വൃന്ദങ്ങളുണ്ട്. അത് ആദർശത്തിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടേത് കൂടിയാണ്. അവരുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് VM സുധീരൻ ഇനിയും രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കട്ടെ, പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും ഒരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.